ഹലോ! എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് സാറ്റർഡേ, അതായത് കഴിഞ്ഞ സാറ്റർഡേ എടുത്ത വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി. എടുത്താൽ മാത്രം പോരല്ലോ, അത് എഡിറ്റും കൂടി ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് കാലതാമസം വന്നു പോയതാ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ മെയിനായിട്ട് ഇന്നത്തെ വ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലഞ്ച് പ്രിപ്പറേഷനും പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ലഞ്ചിനായിട്ട് കുറച്ച് ഫിഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ഫിഷ് എന്ന് പറഞ്ഞാൽ കേരയാണ് കേട്ടോ. അപ്പോൾ കേര മേടിച്ചാൽ പൊതുവേ ഫ്രൈ ചെയ്ത് കഴിക്കാനാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് കറിയും വെക്കുന്നുണ്ട്. അപ്പോൾ ചാറ് കറി എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ഫിഷ് കറി, അതായത് കേര ഫിഷ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്നത്തെ കേര കറി സാധാരണ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്തത് നന്നായിട്ട് തേങ്ങ പൊടിച്ചെടുക്കും മിക്സിയിലിട്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കും കേട്ടോ. ആ അരപ്പാണ് ഞാൻ ഈ കലത്തിലേക്ക് തട്ടി. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഉണ്ടല്ലോ, ആ കൊച്ചുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടി ആ തേങ്ങ ഇട്ട് കൊടുക്കുന്ന ആ ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നാടൻ കാന്താരി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നതാട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഇട്ടു. പിന്നെ ദേ കുറച്ച് കുടപ്പൊടി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് കേട്ടോ പ്രിയ താരത്തിൻ്റെ വരവ്, നമ്മുടെ സ്വന്തം കറിവേപ്പില. അത് അതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഞാൻ ആ ടൈമിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മൂടി വെച്ചിട്ട് അടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തിളച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഫിഷ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാറ്. അത് ഇപ്പോൾ ഏത് ഫിഷാണെങ്കിലും ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്യാറ്. ഇതുപോലെ തന്നെയാണ് ഞാൻ മിക്ക ഫിഷും കറി വയ്ക്കാറും. തേങ്ങാപ്പാലിൽ കറി വയ്ക്കുമ്പോൾ ഇത്തിരി പാടാണ് കേട്ടോ. കാരണം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സവാള, കൊച്ചുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് നമ്മൾ വരട്ടി ഫ്രൈ രൂപത്തിലൊക്കെ എടുത്തിട്ട് വേണ്ട തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വയ്ക്കുന്നതിലും കുറച്ചും കൂടി സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതുപോലെ തേങ്ങ അരച്ചിട്ട് ഇതുപോലെ വയ്ക്കുന്നതാട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങനെ തോന്നിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ദേ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ മഴ പെയ്യും, പിന്നെ അങ്ങോട്ട് മഴ മാറും. അങ്ങനെ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഇവിടെ മഴ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മഴയൊക്കെ ഉണ്ടോ? ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഇവിടെ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ എടുക്കണമെന്ന് നല്ല മഴയായിരുന്നു. പിന്നെ കുറച്ച് നേരം പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ രാവിലെ പൊതുവേ ഈ കിച്ചണിലേക്ക് കയറുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ മഴയായതുകൊണ്ട് രാവിലെ നിലത്ത് കാല് കുത്താൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല തണുപ്പാണ്. പിന്നെ നമ്മൾ ആ അകത്തെ കിച്ചണിൽ കുക്കിങ്ങും കാര്യങ്ങളും ഇപ്പോൾ ചെയ്യണില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അടപ്പൊക്കെ ഒന്ന് നന്നാക്കാറുണ്ട്. ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് കുക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അപ്പുറത്തെ കിച്ചണിൽ കുക്ക് ചെയ്യാറേ ഉണ്ടായില്ല. അപ്പോൾ ആ ഗ്യാസ് അടുപ്പ് ഇങ്ങനെ അടിച്ചു പോയ എന്ന് തോന്നുന്നു. ഒട്ടും കത്തുന്നില്ല, നല്ല ഫോഴ്സിൽ കത്തുന്നില്ല, ചെറുതായിട്ടേ കത്തുന്നുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ഒരു കാര്യത്തിന് വീഡിയോ എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഗ്യാസൊക്കെ തീർന്നു പോകില്ലേ. അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ പുറത്ത് നിന്ന് കുക്ക് ചെയ്തതാണ്. ഇതൊന്നും നന്നാക്കണ ആളെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല. ഇനി നിങ്ങളിൽ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഗ്യാസൊക്കെ നന്നാക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലേ എന്നോടൊന്ന് കോൺടാക്ട് ചെയ്യട്ടോ. എനിക്കിപ്പോൾ ഇനി അതാ പറയാനുള്ളൂ. ഞങ്ങൾക്ക് ആളെ കിട്ടുന്നില്ല. ഇതിൻ്റെ ആളെ വിളിക്കാൻ നോക്കിയിട്ട് ഡൽഹിയിൽ നിന്ന് വരണം, മുംബൈയിൽ നിന്നൊക്കെ വരണം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെയാണ്. പിന്നെന്താണ്, നമ്മളിതേ ചായ കുടിക്കുകയാണ് കേട്ടോ. ഫിഷ് കറി ഒക്കെ ഒന്ന് സെറ്റായി വരാനുണ്ട്. ഞാൻ അടുപ്പത്തിട്ടേക്കാണ്. അപ്പോഴത്തേക്കും പിള്ളേർക്കൊക്കെ ചായയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അവർക്ക് ഓരോരുത്തർക്കൊക്കെ ആയി അവരുടെ മുന്നിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കണം. അവർ ഇങ്ങോട്ട് വരില്ല. പിന്നെ പൊതുവേ അവർക്ക് ക്യാമറയുടെ ഫ്രണ്ടിലേക്കൊക്കെ വരാൻ ഭയങ്കര ചമ്മലാണ് കേട്ടോ. അപ്പം ഞാനെന്ത് ചെയ്യാനാണ്, ഇപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ. എനിക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തുറന്ന് പറയാൻ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയ പോലെയാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ഇടിയപ്പവും എഗ്ഗ് കറിയാണ്. അപ്പോൾ ഇവിടെ കുറേ ദിവസമായിട്ട് ഇപ്പോൾ സ്കൂള് പോണ ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ ഞാൻ രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ സ്ഥിരമായിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ എന്നെ ഈ പിള്ളേരുണ്ടല്ലോ കഴുത്തിന് പിടിക്കലാണ്. പിന്നെ പുട്ട് കഴിഞ്ഞാൽ ദോശ, ഇഡ്ഡലി അതൊക്കെയാണ്. പിന്നെ ദോശ, ഇഡ്ഡലി ഇവിടുത്തെ കുട്ടികൾക്കും അതും ഇഷ്ടമല്ല കേട്ടോ. എന്താ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. രാവിലെ കപ്പ, മീൻകറി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ, അത് ഡെയിലി ഉണ്ടാക്കി കൊടുത്താലും പിള്ളേർക്ക് ഇഷ്ടം. പക്ഷെ നമുക്ക് രാവിലെ ഡെയിലി ഇങ്ങനെ കപ്പയൊക്കെ കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ചപ്പാത്തിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നോക്കിയെന്താ, പിന്നെ പൊതുവേ ഡെയിലി ഓരോന്നും ഇങ്ങനെ മാറ്റി ഉണ്ടാക്കണം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സ്കൂളിൽ പോണ വീട്ടിൽ രാവിലെ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഓരോന്ന് മാറ്റി ഉണ്ടാക്കാനൊന്നുള്ള നേരം കിട്ടിയില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലഞ്ചും കൂടി ഉണ്ടാക്കി കൊടുക്കണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ വേഗത്തിൽ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഫിഷ് കറിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയൊന്ന് താളിച്ചൊഴിക്കും കേട്ടോ. ഞാൻ കുറച്ച് ഉലുവ ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഒന്ന് താളിച്ചൊഴിക്കും കേട്ടോ. അപ്പോൾ ഫിഷ് കറിക്കൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ തേങ്ങയൊക്കെ അരച്ച് ചേർക്കുന്ന ഫിഷ് കറി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെന്താണ്,
പിന്നെന്താ പറയാൻ വന്നല്ലോ. ഇപ്പോൾ മഴയായതുകൊണ്ട് പ്ലാന്റ്സ് ഒക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ. നന്നായിട്ട് തന്നെ ചട്ടിയിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയറി എടുക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മൾ നട്ട പ്ലാന്റ്സിൻ്റെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം സെറ്റായി ഇങ്ങനെ പോവാണ്ട് കിടന്നത്. അതിൻ്റെ ഹോളില്ലേ, ഹോള് ചട്ടിയുടെ ഹോളിൽ ഇങ്ങനെ എന്തൊക്കെയോ അടഞ്ഞു കൂടി കിടക്കുകയാണ്. അപ്പം നമ്മൾ നട്ട സമയത്ത് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെയാട്ടോ പോകുന്നത്. നമ്മളിങ്ങനെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചിരട്ട പൊട്ടിച്ചതോ അതുപോലെ തന്നെ കുറച്ച് കല്ലുകളൊക്കെ സ്റ്റോൺസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ഈ ചട്ടിയിൽ വെള്ളം ഒരുപാട് ഇങ്ങനെ പൊങ്ങൂല. മഴക്കാലം ആകുമ്പോൾ ഒരുപാട് ചെടികളൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം വെള്ളം ഇങ്ങനെ ഒഴുകി പോകാണ്ട് ഇങ്ങനെ നിൽക്കുന്ന കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഇങ്ങനെ 2-3 ചട്ടിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങിയിട്ട് ഇങ്ങനെ വാടി നിൽക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ നമ്മളതിങ്ങനെ എത്ര ചട്ടി കമത്തി കൊടുത്താലും പിന്നെയും മഴ പെയ്യുമ്പോൾ അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റോൺസോ കല്ലുകളോ എന്തെങ്കിലുമൊക്കെ പെറുക്കി പെറുക്കി വെച്ചിട്ട് കൊടുക്കാമായിരുന്നു എന്ന്. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ചെയ്തിരിക്കുന്നത് അതൊക്കെ സൺഷെയ്ഡിനോട് താഴെ ചേർന്ന് അങ്ങോട്ട് വെച്ചു. അപ്പോൾ ഇനി മഴക്കാലത്ത് അവിടെ ഇരിക്കട്ടെ അല്ലേ. അങ്ങനെ ദേ എൻ്റെ ഫിഷ് കറിയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു. ക്യാബേജും ഞാൻ കട്ട് ചെയ്ത് ഒന്ന് തോരൻ പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ദേ റൈസ് ഒന്ന് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ചോറാക്കുകയാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ വെച്ചിട്ട് കുറച്ച് വെന്ത് കഴിയുമ്പോൾ അത് കലത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ റൈസൊക്കെ നല്ല ഈ പണ്ടത്തെ പുകയടുപ്പൊക്കെ അല്ലേ, അയ്യോ പണ്ടത്തെ പുകയടുപ്പല്ല, നമ്മൾ അടുപ്പിലൊക്കെ വെച്ച് കത്തിച്ചിട്ടുണ്ടാക്കുന്ന സാധാരണ നല്ല ചോറ് കിട്ടൂലേ, അതുപോലെ കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ എടുത്ത് പറയാനുള്ള കാരണം ചിലവർക്കൊക്കെ ഇങ്ങനെ കുക്കറിൽ റൈസ് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നു, കഞ്ഞിവെള്ളം ഇങ്ങനെ പോകാണ്ട് ഇങ്ങനെ ഒട്ടിയിരിക്കും. പിന്നെ അത് മാത്രമല്ല അതിപ്പോൾ ഉച്ചത്തേക്ക് ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ സന്ധ്യ ആകുമ്പോഴത്തേക്ക് ആ ചോറൊക്കെ വടിച്ച് ചീത്തയായിക്കപ്പോൾ. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് മാഗ്നേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളത് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇവിടെ ചോറിന് കൂടുതലും ഫിഷ് കറിയേക്കാളും കൂടുതലും ഇഷ്ടം ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണ്. കേര പൊതുവേ വലിപ്പം കൂടിയ മീനാണല്ലോ, അത് അതിൻ്റെ തോലൊക്കെ വലിച്ച് ഊരിയൊക്കെ എടുക്കണം. അപ്പോൾ ഈ മീൻ മേടിക്കുന്ന ദിവസം ഇത് കട്ട് ചെയ്ത് നീറ്റാക്കിയിട്ട് കൊണ്ടുവരുള്ളൂ. പിന്നെ നമുക്കത് കൊണ്ടുവന്നിട്ട് ഈസി ആണല്ലോ, കറി വയ്ക്കാനൊക്കെ എളുപ്പമാണ്. ഇത് പണ്ടൊക്കെ ഈ മീൻ മേടിക്കുമ്പോൾ നന്നാക്കാണ്ട് കൊണ്ടുവരും. അന്നത്തെ ദിവസം എൻ്റെ പൊന്നെ ഒരു ദിവസം എൻ്റെ പോകും. കാരണം ഇതിൻ്റെ തോലൊക്കെ പിച്ചി പറിച്ച് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ മീറ്റൊക്കെ പകുതി പോയിട്ടുണ്ടാവും. അപ്പം ഇപ്പം പൊതുവേ യൂട്യൂബൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ഈസിയാണ്, കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ തോലൊക്കെ വലിച്ച് ഊരിയൊക്കെ എടുക്കാമെന്ന് പറയും. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ഫ്രഷ് ആയിട്ടുള്ള ഫിഷൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിലിട്ടാലും നല്ല ഈസി ആയിട്ട് അങ്ങോട്ട് ഊരി എടുക്കാനൊക്കെ പറ്റും കേട്ടോ തോല്. ഇപ്പം കിട്ടുന്ന ഫിഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴേ ഞങ്ങളുടെ കടൽ തീരത്തിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഫ്രഷ് ഫിഷൊക്കെ കിട്ടും. നമ്മുടെ ഈ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ മീനൊക്കെ ആകെ ചീത്തയായി ആകെ എന്താ ആകെപ്പാടെ അല്ലാതെ ചില്ലറ വൃത്തികേടായിട്ടുണ്ടോ. അപ്പോൾ പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടൊന്ന് വലിക്കാൻ നോക്കിയാലും ഈ പറഞ്ഞ പോലെ മീറ്റൊക്കെ അങ്ങനെ ഇളകിപ്പോകും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ കടയിൽ തന്നെ കൊടുത്തു കഴിഞ്ഞപ്പോൾ വലിയ പൈസയൊന്നുമില്ല, അവർ തന്നെ കട്ട് ചെയ്ത് നമുക്ക് നീറ്റാക്കിയിട്ട് തരും. അപ്പോൾ അത് ഉണ്ടാക്കുക കഴിക്കുക എന്നുള്ള ആ ഒരു പ്രൊസീജിയർ മാത്രമാണ് നമുക്കിവിടെ വന്നുള്ളൂ. പിന്നെ അതേ പറഞ്ഞ് തീർന്നില്ല, അതേ ക്ലീനിങ്ങിലേക്കാട്ടോ ഇനി കിടക്കുന്നത്. എൻ്റെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീട് ക്ലീനിങ് ആണ്. എനിക്ക് ഫുഡ് ഒരു ദിവസം ഉണ്ടാക്കിയില്ലെങ്കിലും വേണ്ടിയില്ല, എനിക്ക് വീടൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കണം കേട്ടോ. ആ നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ ഞാൻ പക്ക. വീട്ടിൽ വേറെ ആർക്കും ഇതുപോലത്തെ ക്ലീനിങ് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിലുള്ള എൻ്റെ സിസ്റ്ററും അതുപോലെ തന്നെ എൻ്റെ പാപ്പായും ഉമ്മയൊക്കെ പറയും, ഇവളെ വല്ല വീട്ടുപണിക്കെങ്ങാനും പോയി കൂടെ, ഇവള് നന്നായിട്ട് ക്ലീൻ ആക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കും കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെയാണ്, എനിക്ക് വീട്ടിലൊരു ദിവസം ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിലും വേണ്ടിയില്ല, എനിക്ക് ഇരിക്കുന്ന പ്ലേസ് നല്ല നീറ്റായിട്ട് ഇരുന്നാലാണ് എനിക്ക് അവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ, കാമാൻ പറ്റും. ഞാൻ എപ്പോഴും വീടിൻ്റെ അകത്തിരിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒന്ന് ക്ലീനാക്കിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വൈറ്റ് ഇട്ടത് കൊണ്ട് പിന്നെ പറയാനില്ല, എപ്പോഴും നല്ല നീറ്റാക്കി ഇടണം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതുപോലെ വൃത്തിയായിട്ട് കിടക്കണമെങ്കിൽ നല്ല ഹാർഡ് വർക്കാണ്. ഞാൻ തന്നെയാണ് ഇതൊക്കെ ക്ലീനാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൊണ്ടൊന്നും പോരാ ഈ കിച്ചൺ ഇതുപോലെ ക്ലീൻ ആക്കിയിട്ട്. നമ്മൾ കാര്യം പുറത്തെ കിച്ചണിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിലും ഇവിടെ ഇരുന്ന് കഴിക്കലും പിടിക്കലും അവിടെ നിന്ന് പിള്ളേർ ആ സാധനങ്ങൾ എടുക്കലും ഇവിടെ നിന്ന് എടുക്കലും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവിടെ ആകെ വൃത്തികേടാവും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും സെറ്റാക്കി ഇടണം. നമുക്ക് കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചൺ ഒരു സെറ്റായിട്ട് ഇരുന്നില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത കേട്ടോ. അന്നത്തെ ദിവസം തന്നെ പോയ മട്ടാണ്. പിന്നെ എന്താണ് നമ്മൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ.
പിന്നെ സിങ്കിൻ്റെ കാര്യം പറയാനില്ല. സിങ്ക് ഇവിടെ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ സിങ്കൊന്നും ക്ലീൻ ആക്കുന്നൊന്നുമില്ല. അങ്ങനെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും, അതായത് കിച്ചണിലെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫുഡിന്, അതായത് ലഞ്ചിന് ഉള്ള കറികളൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരു ക്യാബേജ് തോരൻ ഉണ്ടാക്കി, പിന്നെ ഫിഷ് കറിയും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും ചെയ്ത്, പിന്നെ കുറച്ച് അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ലഞ്ച്. അപ്പോൾ ഇനി അത് ലഞ്ച് കഴിക്കാം. പിന്നെ നമുക്ക് നേരെ പോയത് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ വിചാരിക്കും ആ പുള്ള എല്ലാം അങ്ങോട്ട് ചെയ്യാമെന്ന്. പുള്ളിക്കാരി അവിടെ വന്നിട്ട് ആ കബോർഡിൻ്റെ അകത്തുള്ള ബുക്കും സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് പുള്ള അങ്ങോട്ട് മാറും. പിന്നെ നമ്മൾ തന്നെ അതിൽ ഇൻവോൾവഡ് ആയാലാണ് ആ ജോലികളൊക്കെ തീരുള്ളൂ. ഇവർ പകുതിയാക്കി വയ്ക്കും. പിന്നെ ഇവർ ചെയ്തില്ല. അപ്പം ചിലപ്പോൾ ഒക്കെ എനിക്ക് തോന്നാറുണ്ട് ഇവർ ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല, നമുക്ക് സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കാണിക്കാറ്. പക്ഷേ ഇവർ വന്നിട്ട് ആകപ്പാടെ അങ്ങോട്ട് കൊളാക്കിയിടും. പിന്നെ നമുക്ക് അതിങ്ങനെ നിരന്നെടുക്കുമ്പോൾ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യും. പിന്നെ അവിടെ ഇവിടെയൊക്കെ പേപ്പറും ബുക്കും പഴയ ബുക്കുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ അത് നോക്കൂല. അപ്പം ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഓവർലോഡായ സാധനങ്ങളൊക്കെ മേളിയിട്ട് കയറ്റും. പിന്നെ ആൾക്കാർ വരുമ്പോൾ അവർക്ക് എടുത്തു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മേലോട്ടൊന്നും ആർക്കും കയറാൻ പറ്റില്ല. ഇവിടെ എനിക്കാട്ടോ ഞാനാണ് ഇവിടെ മൊത്തത്തിൽ ക്ലീൻ ആക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ അറേഞ്ച്മെൻ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ മേലെയൊക്കെ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു ചെറിയ പോട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ പണ്ടുണ്ടാക്കിയ എന്തോ ആക്രി സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് അന്ന് മൂന്നാറിൽ നിന്ന് പോയപ്പോൾ അവിടുത്തെ ഊട്ടി ഫ്ലവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇരിക്കുന്നത് പണ്ട് ഊട്ടിയിൽ പോയപ്പോൾ കൊണ്ടുവന്ന ഫ്ലവറാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് മൂന്നാറിൽ പോയപ്പോൾ ഊട്ടി ഫ്ലവർ അവിടെ കണ്ടായിരുന്നു. അവിടുത്തെ മലനിരകളിൽ ഞാൻ കണ്ടതാണ്. അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അന്നേ തുടങ്ങി, അതായത് 3 വർഷം മുമ്പ് തുടങ്ങിയുള്ള ഊട്ടി ഫ്ലവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അന്ന് വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചേക്കായിരുന്നു കേട്ടോ. ഇന്നും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ ആ ഫ്ലവറിൻ്റെ ആ ഉള്ളിൽ ആ കൂടാരം പോലത്തെ കൂടി ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിങ്ങനെ കാറ്റത്ത് ഇങ്ങനെ അപ്പുപന്താടി പറന്ന് പോണ പോലെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പോക്കുണ്ട്. അതുപോലെ തന്നെ അവിടേക്ക് ഇങ്ങനെ ചാടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചാടിക്കിടക്കുന്നതൊക്കെ മൊത്തത്തിൽ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തുടച്ചിട്ട് ഞാൻ അവിടെ ആ ഫ്ലവർ പിന്നെ ഞാൻ അവിടെ എടുത്തു വെച്ചു. എനിക്ക് ആ ഫ്ലവറാണെങ്കിൽ കളയാനായിട്ട് തോന്നിയില്ല. കാരണം നല്ലൊരു അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫ്ലവറാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ മൊത്തത്തിൽ അവിടെ ഒന്ന് ക്ലീൻ ആക്കി. പിന്നെ ഉള്ളിൽ കുറച്ച് ക്രോക്കറി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമെന്ന് ഓർത്തു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ചില്ലൊക്കെ അടച്ചിട്ടേക്കായിരുന്നു. ഇതിൽ കാര്യമായിട്ട് പൊടികളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മൊത്തത്തിൽ ആ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാണ്ട്. ഇവിടെയൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാറാല ഈ എട്ടുകാലി ഉണ്ടല്ലോ, എട്ടുകാലി ഭയങ്കര രൂക്ഷമാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നമ്മുടെ ആ പുറത്തെ കിച്ചണുണ്ടല്ലോ മൊത്തത്തിൽ ഗ്രില്ലിട്ടതുകൊണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ എട്ടുകാലി, പല്ലി, പാറ്റ, എലി, അണ്ണം വരെ കയറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഒരു കിളി വന്നിട്ട് ഞാൻ അവിടെ വേസ്റ്റ് വെച്ചേക്കായിരുന്നു. ആ വേസ്റ്റൊക്കെ അടിച്ച് പൊക്കി എടുത്തുകൊണ്ട് പോകണമാണ് ആ കിളിയൊക്കെ. ഇവറ്റകൾക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ ഒരു പേടിയില്ലാണ്ടായിരുന്നു. ഞാൻ കുറച്ച് അലവൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വരുന്നവരൊക്കെ വന്നോട്ടെ, കിളികളല്ലേ. അപ്പോൾ അവരൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പോകട്ടെ. പിന്നെ എന്താണ്, ഇവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി ക്ലീനിങ് ഉണ്ടായിരുന്നു. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റ ദിവസം കൊണ്ട് വീട് അങ്ങനെ ക്ലീൻ ആക്കില്ല കേട്ടോ. ഞാൻ ഓരോ ദിവസം ഓരോ പോർഷനായിട്ട് ഇങ്ങനെ തിരിക്കും. അങ്ങനെ തിരിച്ച് ഞാൻ ഓരോ പോർഷനാക്കിയിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കും. പിന്നെ അതേ കുറച്ച് അവിടെയൊക്കെ ഇങ്ങനെ ബൾബൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഉള്ളിലൊക്കെ നന്നായിട്ട് മാറാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു ചൂട് വെച്ചിട്ട് ഇങ്ങനെ മാറാലയൊക്കെ ഇങ്ങനെ തോണ്ടി കളയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒന്ന് തുണിയൊക്കെ വെച്ച് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ക്ലീൻ ചെയ്തത് ഇത്രയും പോർഷനാണ്. പിന്നെ മൊത്തത്തിൽ അടിയോടടിയാണ് കേട്ടോ. ഇനി അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് മുറ്റം, കാർപോർഷ സൈഡുകളൊക്കെ ഇങ്ങനെ അടിക്കണം. പിന്നെ അതേ നമ്മുടെ വീടിൻ്റെ അകമൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ അടിച്ച് കൊണ്ടിട്ടാണ്. ഞാൻ പുറത്തുനിന്നുള്ള വീഡിയോയൊന്നും എടുത്തില്ല കേട്ടോ. അവിടെയൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മളിങ്ങനെ പെരയൊക്കെ അടിച്ചൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. പിന്നെ ഒന്ന് ചെറുതായിട്ട് ഈ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള മണി ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വ്ലോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ, സീ യു.